ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസണാണല്ലോ. അപ്പോൾ വെക്കേഷന് അതുപോലെ തന്നെ ഹോളിഡേയ്സ് മൂഡ്, ആൾക്കാരൊക്കെ അങ്ങോട്ടും കൂടുതലായും യാത്ര ചെയ്യുന്ന സമയം. അതുപോലെ തന്നെ എല്ലാ എയർലൈനും ഫുള്ളായിരിക്കുന്നു. ടിക്കറ്റ് ലഭിക്കാനും കിട്ടിയാൽ തന്നെ വളരെ ചാർജോട് കൂടി യാത്ര ചെയ്യേണ്ടി വരുന്നതായ കാലയളവ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ക്രിസ്മസിനെ കുറിച്ച് ലളിതമായിട്ട് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ സീസണിൽ അതാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ പോകാൻ ടിക്കറ്റ് കിട്ടുന്നില്ല, ട്രെയിനിൽ പോകാൻ ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരു കാലയളവിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഉദ്ദേശമായിട്ട് പറയാം, ബെത്ലഹേമിൽ ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് അവർ അന്ന് സെൻസസ് കൊടുക്കേണ്ട സമയമായിരുന്നുകൊണ്ട് അവർ ജോസഫും മറിയയും കൂടി, ഗർഭിണിയായിരുന്ന മറിയയും കൂട്ടി അവർ കഴുതയുടെ പുറത്താണ് പോയത്. എങ്കിലും അവർക്ക് അവിടെ ചെന്ന് താമസിക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല, നമുക്കറിയാം. അതുപോലെ കഥ പറയുന്ന ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുമൊക്കെ. അപ്പോൾ സത്രത്തിൽ സ്ഥലമില്ല അഴിയാൽ അവർ മറിയയ്ക്ക് വേദന ഒക്കെ കൂടി പ്രസവത്തിനുള്ള സമയമായപ്പോൾ അവരൊരു പുൽക്കൂട് കണ്ടെത്തുകയും അവിടെ കുഞ്ഞിനെ പ്രസവിച്ചതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിൻ്റെ എല്ലാം മധ്യത്തിലൊരു നീക്കുപോക്കുണ്ടെന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്മസിൻ്റെ പ്രധാന മെസ്സേജ് എന്ന് പറയുന്നത് സന്തോഷവും അതുപോലെ ബ്ലെസ്സിങ്സും ജോയ്, അതുപോലെ ഹോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം ജോയ് ടു ദ വേൾഡ് എന്ന് പറയാം. അപ്പോൾ ഈ സമയം എല്ലാവരും സന്തോഷമായിട്ടും തിരക്കിലും ബഹളത്തിലും ഷോപ്പിങ്ങിലും കുക്കിങ്ങിലും ബേക്കിങ്ങിലും അതുപോലെ തന്നെ എല്ലാ ഡെക്കറേഷനിലെ ക്രിസ്മസ് കാരോൾസ്, അതുപോലെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകുന്നവർ, ഫാമിലി റീയൂണിയനിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മൾ കുറച്ചെങ്കിലും കർത്താവിനും കൂടെ സമയം കൊടുക്കണം, കർത്താവിനും കൂടെ സ്ഥലം കൊടുക്കണം എന്നുള്ളതാണ്. കർത്താവിന് അന്ന് ബെത്ലഹേമിൽ താമസിക്കാൻ, പ്രസവിക്കുവാൻ, ജനിച്ച് വീഴാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്ന ഭൂമിയിൽ നമ്മുടെ ഹൃദയത്തിലാണ് കർത്താവ് വസിക്കുന്നതാണ്. അപ്പോൾ കർത്താവിന് നമ്മൾ കുറച്ച് സ്ഥലം ഹൃദയത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണല്ലോ. പിന്നെ ക്രിസ്മസ് സമയത്ത് നമ്മൾ ജനിച്ച അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച യേശുവിൻ്റെ ജനനം നമ്മൾ കൊണ്ടാടുക. ജനനമല്ല, ആക്ച്വലി നമ്മൾ ആ സന്തോഷം, അത് കർത്താവ് ഭൂമിയിലേക്ക് വന്ന് അതിൻ്റെ ഓർമ്മയും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആ ഒരു മെസ്സേജ് മറ്റുള്ളവരോടും നമ്മളുടെ തന്നെയും നൽകുന്നതായ ഒരു അവസരമാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് ഒരു 700-800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകന് കൂടെ ദൈവം വന്നിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നത്, അതായത് ഒരു അന്നത്തെ രാജാവ് ദൈവത്തോട് രാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രവചനം ചോദിച്ചപ്പോൾ കർത്താവ് അടയാളത്തോടുകൂടി ഒരു അടയാളം പറയുന്നതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഞാനൊരു അടയാളം തരുമെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. നമുക്കറിയാം കർത്താവിന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള യേശു, ഇമ്മാനുവേൽ എന്നവന് പേര് വിളിച്ച് നമുക്കറിയാം. ജനത്തിൻ്റെ പാപങ്ങളെ മോചിക്കാൻ വരുന്നവനായതുകൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണമെന്നും പറഞ്ഞത് നമുക്കറിയാം. മൊത്തത്തിൽ ഇമ്മാനുവേലായി അവൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുമെന്നുള്ളത് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു പ്രവചനമാണ്. അത് സംഭവിക്കുകയും ചെയ്തു, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് ഇതിന് പ്രസക്തിയെന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചത് രാജാവായിട്ടാണ്. അതിന് എന്താ തെളിവെന്ന് ചോദിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കിഴക്ക് നിന്നും ജ്ഞാനികളായ വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നു എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവർ വന്നിട്ട് ഒരു
സ്റ്റാർ, അതായത് ഒരു നക്ഷത്രത്തെ ഫോളോ ചെയ്ത് അവർ ജോസഫിൻ്റെ വീട്ടിലെത്തി. പക്ഷേ എത്തുന്നതിന് മുമ്പ് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ ഹെരോദാവിൻ്റെ അടുത്ത് ചെന്ന് അവർ ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇസ്രായേലിലെ രാജാവായിട്ട് തന്നെ ജനിക്കുന്നു എന്നാണ്, അല്ലാതെ അവൻ പ്രിൻസായിട്ടോ അല്ലെങ്കിൽ രാജകുമാരനായിട്ടൊന്നും അല്ല ജനിച്ചത്. കർത്താവ് ഒരു രാജാവായി തന്നെയാണ് ഈ ഭൂമിയിൽ ജനനം കൊണ്ടത്. അപ്പോൾ അവർ ജോസഫിൻ്റെ ഭവനത്തിലെത്തുന്നു. അവർ അവിടെ ഫെൽ ഡൗൺ, അവർ അവനെ നമസ്കരിച്ചത്, അവർ വണങ്ങിയത് വെറുതെ അല്ല, അവർ നിലത്ത് വീണ് അവർ നമസ്കരിക്കുകയാണ് ചെയ്തത്. വർഷിപ്ഡ്, ശരിക്കും പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ് പറയുന്നത്. ആ ക്രിസ്തു എന്ന ചൈൽഡിനെ അവർ ആരാധിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്, അവർ അവരുടെ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കയൊക്കെയും അവന് ഗിഫ്റ്റായി കൊടുത്തു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പൊന്ന് ഒക്കെ കൊടുക്കുന്നത് രാജാക്കന്മാർക്ക് അവർ ഗിഫ്റ്റായിട്ട് അവൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നത് പോലെ കുന്തിരിക്കവും മൂരും ഒക്കെ, എന്നിട്ട് കുന്തിരിക്കൊക്കെ അവൻ്റെ പൗരോഹിത്യത്തെയും അതുപോലെ അവന് മുൻപോട്ട് ഉള്ള കാര്യങ്ങളിൽ അവന് നമ്മുടെ മഹാപുരോഹിതനായിട്ട് വരുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് അവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ രാജാവായി അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരുമെന്നും നമുക്കറിയാം. അപ്പോൾ കർത്താവിൻ്റെ രാജ്യം എവിടെയെന്ന് ചോദിച്ചേക്കാം. ഇന്നിപ്പോൾ ആൾക്കാർ ചോദിക്കും, ദൈവരാജ്യം എവിടെയെന്ന് ചോദിക്കും. ദൈവരാജ്യം വന്നിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ദൈവരാജ്യം വന്നിട്ട് ഈ ലോകത്തിലുള്ള ഒരു രാജ്യമല്ല, അത് വന്നിട്ട് സ്പിരിച്വലായിട്ടുള്ള ഒരു കിങ്ഡമാണ്. അതായത് ഈ വേൾഡ്ലി കിങ്ഡംസ് ഒന്നുമല്ല. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു കിങ്ഡമാണ് അത് ദൈവത്തിൻ്റെ യേശുവിൻ്റെ കിങ്ഡം. നമുക്കറിയാമല്ലോ, പീലാത്തോസ് ചോദിക്കുന്നുണ്ടല്ലോ, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അതിന് അല്ല എന്ന് പറയുന്നില്ല, മൗനമായിട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം മൗനം സമ്മതം നടത്തും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. എന്താണ് കർത്താവ് ഈ ക്രിസ്മസിൽ കൂടെ നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചെന്നാൽ, നമ്മൾ അവൻ്റെ ആ ഹംബിൾനെസ്, അവൻ്റെ വിനയം, അതുപോലെ തന്നെ അവൻ്റെ കമ്പാഷൻ, അവൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, ഇതെല്ലാം നമ്മൾ മാതൃകയായിട്ട് എടുക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ജനിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അവൻ നമ്മളെ വസിക്കുവാനും സാധിക്കും. നമ്മുടെ ഭവനങ്ങളിൽ അവൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അത്രമാത്രം അവനുമായിട്ട് ഫെയ്ത്ത്ഫുള്ളായിരിക്കണം. അതുപോലെ നമ്മൾ വളരെ ഹമ്പിളായിരിക്കണം, വിനയത്തോടു കൂടിയുള്ള ജീവിതം, മറ്റുള്ളവരെ കരുതുന്ന ഒരു കമ്പാഷന്, അതുപോലെ തന്നെ ഒരു സ്നേഹം, അതുപോലെ ഒരു സർവിങ്, മറ്റുള്ളവരെ കർത്താവ് പറയുന്നുണ്ടല്ലോ, ശുശ്രൂഷകനായിട്ടിരിക്കണം, അല്ലാതെ ശുശ്രൂഷിക്കപ്പെടുന്നവനായിട്ടല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട്, മറ്റുള്ളവരെ കരുതാനും ഒക്കെയുള്ള ആ ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാകുക മാത്രം പോരാ, നമ്മളത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ക്രിസ്മസിൽ വന്നിട്ട് ഏറ്റവും സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വന്നിട്ട് ആ ഒരു ദിവസത്തെ അല്ലെ ആ സീസണിലെ ഉള്ള ഒരു കാര്യമായിട്ട് മാത്രം എടുക്കാതെ, അത് നമ്മുടെ ഒരു ആ റിയൽ സ്പിരിറ്റ് വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡായി തീരുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതിന് നമുക്കായിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു സന്തോഷം, ആ ഒരു അവൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ എൻ്റെ പുസ്തകം 9-6 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലൊരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ജീവിതം, അവനെ ഭൂമിയിൽ ജീവിച്ചതായ 33 വർഷത്തിൽ നമ്മൾ അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3 വർഷക്കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത്ര വർഷങ്ങളായിട്ടും അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി വീണ്ടും വരാനായിട്ട് കാത്തിരിക്കുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് എത്രയോ തലമുറകൾ കടന്നു പോയിട്ടും കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല, അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. അവന് ഇന്നും ജീവിക്കുന്നു.
അവന് വീണ്ടും വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിനും അവൻ്റെ സാക്ഷികളായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇതിൽ നിന്നും നിർത്തുന്നു. എല്ലാവർക്കും നല്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ജോയ്ഫുള്ളായിട്ടുള്ള ഒരു ക്രിസ്മസ് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ്. ബൈ ടു ഓൾ. ഗോഡ് ബ്ലസ് യു. Hi everyone, welcome to the Women of Honor series.